നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് ഒക്കെയായി ബന്ധപ്പെട്ട് ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ആർക്ക് പഠിക്കാനായിട്ട് കഴിയും, ഈ മേഖലയുടെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ആ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന പല വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് ഈ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ നോൺ IT മേഖലയിൽ നിന്നൊക്കെ പഠിക്കുന്നവർക്ക് സഹായകരമായ ചില ടിപ്പുകളാണ്. പ്രത്യേകിച്ച് ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ഡേറ്റ സയൻസ് മേഖലയിലേക്ക് എത്തി വെന്നിക്കുറി പഠിച്ച ഒരു സുഹൃത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൽ നിന്നുള്ള ചില ടിപ്സ് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് 10 ലക്ഷം വരെ ശമ്പളം ഈ മേഖലയിൽ നേടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ടിപ്സ് മനസ്സിലാക്കുക മാത്രമല്ല, ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് പഠിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഏതാണ്ട് 30,000 രൂപ വരെ സ്കോളർഷിപ്പ് നേടുന്നതിനുള്ള അവസരം, അതുകൂടാതെ ഒരു 10,000 എക്സ്ട്രാ സേവ് ചെയ്യുന്നതിനുള്ള അവസരം, ഇപ്പൊ ടോട്ടൽ ഒരു 40,000 വരെ സേവ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരം. പഠനം തുടങ്ങി ഒരു 10 ദിവസത്തിനുള്ളിൽ പഠനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് ഫുൾ ഫീ റീഫണ്ടിൽ ക്വിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെയുള്ള ഒരു അവസരം, ഒരു പഠന അവസരം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ മേഖലയിൽ പഠനത്തിന് താല്പര്യമുണ്ട്, അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മതിയാകും. ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നിട്ട് ഡേറ്റ സയൻസ് മേഖലയിലേക്ക് എത്തി BI അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ലോകേഷിന്റെ ഒരു അഡ്വൈസ് നമുക്കൊന്ന് പരിശോധിക്കാം. BI അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇന്റലിജന്റ് അനലിസ്റ്റ്, അതായത് ഈ ബിസിനസിന്റെ ഒക്കെ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിസിഷൻ എടുക്കാൻ സഹായകരമായ ഇൻഫർമേഷൻ നൽകുന്നവരാണ് BI അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ സയൻസ് മേഖലയിലൊക്കെ ഒരു തൊഴിലവസരം. അപ്പം ഇദ്ദേഹം ഇപ്പം നോക്കുക 10 lakh പെർ ആനം ആണ് അദ്ദേഹത്തിന്റെ പേ പാക്കേജ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം ഈ നോൺ IT മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഡ്വൈസ് അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ ലോകേഷ് അഡ്വൈസ് ഫോർ ഡേറ്റ സയൻസ് ആസ്പിരൻസ് എന്ന് പറയുന്നുണ്ട്. അയാൾ ഇങ്ങനെയാണ് പറയുന്നത്: മൈ ഓൺലി അഡ്വൈസ് ഫോർ ഓൾ നോൺ IT ഗ്രാജുവേറ്റ്സ്. അദ്ദേഹം ഇതാണ് പറയുന്നത്: ഇഫ് യു ഹാവ് ദ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആൻഡ് ലോജിക്കൽ എബിലിറ്റി, ദാറ്റ് ഈസ് സഫിഷ്യന്റ് ടു ലേൺ ഡേറ്റ സയൻസ്. 2 കാര്യം വേണമെന്നാണ് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അതായത് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കുമല്ല, അത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ, ലോജിക്കൽ എബിലിറ്റിയും കൂടി, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. നോൺ IT മേഖലയിൽ നിന്നുള്ളവർക്കും ഈ 2 സ്കില്ലുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിയാം എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ഓൾറെഡി ഹാവ് കോഡിംഗ് നോളജ്. നിങ്ങൾക്ക് കോഡിംഗ് നോളജ് ഒന്നും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, പക്ഷെ പ്രാക്ടീസിങ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. കോഡും അല്ലെങ്കിൽ കോഡിങ്ങും ഇതിന്റെ കോൺസെപ്റ്റും ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് ഇയാൾ പറയുന്നത് സ്പെൻഡ് ടൈം വിത്ത് പൈതൺ. പൈതൺ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ട് ടൂളാണ്, പ്രത്യേകിച്ച് ഈ ഡേറ്റ സയൻസ് ഒക്കെ മേഖലയിൽ. അപ്പൊ അതിൽ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ലോജിക് ബിൽഡിങ്ങിൽ, പ്രോബ്ലംസ്, അതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈവൻ ആസ് എ ഫ്രഷേഴ്സിനും ഈ മേഖലയിലേക്ക് എത്താം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷ്വലൈസേഷൻ ടൂളിലൊക്കെ നല്ല നോളജ് ഡെവലപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഡേറ്റ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ പവർ BI പോലെയുള്ള വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്സൽ, അതിലൊക്കെ നല്ല നോളജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്രോജക്റ്റ്. നിങ്ങൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കൂടാതെ അഡീഷണൽ യൂസ് കേസസിലൂടെ പ്രിപ്പയർ ചെയ്യുക. നല്ല പ്രോജക്റ്റുകൾ ചെയ്യുന്ന കൂടാതെ കൂടുതൽ യൂസ് കേസസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഫേക്ക് പ്രൊജക്റ്റുകൾ സൂചിപ്പിക്കല്ല, മെൻഷൻ ചെയ്യല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു: ടെക്നിക്കൽ നോളജ് കൂടാതെ യുവർ പേഴ്സണാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കിൽ, ഇങ്ങനത്തെ സ്കില്ലുകൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം കൂടി ഇന്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രോ ആക്റ്റീവ്നെസ്സും എബിലിറ്റി ടു ഹാൻഡിൽ പ്രഷറും, ഈ കാര്യങ്ങൾ, ഈ ആറ്റിറ്റ്യൂഡും
ഇതെല്ലാം കൂടെ നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഈ മേഖലയിലെ മികച്ച ജോലിയിലേക്ക് എത്താം എന്നാണ് ഈ ലോകേഷ് സൂചിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് 10 lakh പെർ ആനം എന്ന മികച്ച പേ പാക്കേജ് ഒക്കെ നോൺ IT മേഖലയിൽ നിന്നും എത്തിപ്പെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പഠിച്ച ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതിൻ്റെ പേരാണ് ഓഡിൻ സ്കൂൾ എന്നുള്ളത്. മുൻപ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഓഡിൻ സ്കൂൾ എന്നുള്ളത്. ഈ ഡാറ്റാ സയൻസ് പഠിക്കുന്നതിനുള്ള ഒരു മികച്ച സ്ഥാപനമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, up to 30,000 സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് പഠിക്കുവാനുള്ള ഒരു അവസരമാണ്. 6 months ആയിരിക്കും ക്ലാസ്സുകൾ. അതിലൂടെ ഡാറ്റാ സയൻസ് ജോലിയിലേക്ക് എത്താം. 500+ ഹയറിംഗ് പാർട്ട്നേഴ്സ് ഇവർക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ബൂട്ട് ക്യാമ്പിൻ്റെ ഇവരുടെ കോഴ്സിൻ്റെ ഒരല്പ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നാൽ ഈ ഓഡിൻ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓഡിൻ സ്കൂൾ എന്നുള്ളത് ഈ വളരെ പ്രമുഖമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു ഡാറ്റാ സയൻസ് ബൂട്ട് ക്യാമ്പ് ഓൺലൈൻ ട്രെയിനിങ് സ്ഥാപനമാണ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് ക്ലാസ്സസ് ആയിരിക്കും. റെക്കോർഡഡ് വീഡിയോസ് അല്ല, മറിച്ച് ഇൻസ്ട്രക്ടേഴ്സിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ. 6 months കോഴ്സ് ആയിരിക്കും. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. ഞാൻ മുമ്പ് സൂചിച്ച പോലെ പ്രൊജക്റ്റുകൾ ക്യാപ്സ്റ്റോൺ പ്രൊജക്ട്സിനൊക്കെ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താം എന്നാണ് ഇവരെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ 500-ൽ പരം ഹയറിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ലോഗോകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ പ്രൊഫൈലുകൾ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റിമോണികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവരുടെ കോഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 290+ ഡാറ്റ സയൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ദിസ് വീക്ക് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 40 ലക്ഷം പെർ ആനം വരെ ഇവരുടെ കോഴ്സിലൂടെ ജോലി കിട്ടിയവരുണ്ട്. ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം പാക്കേജ് 7 lakh പെർ ആനം എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഈ മേഖലയിലെ ജോബ് റോളുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാം. അപ്പോൾ ഇവരുടെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ വീക്ക്ലി ജോബ് ഡ്രൈവുകൾ ഉണ്ടായിരിക്കും. മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്, ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ, റെസ്യൂമെ ബിൽഡിംഗ് ക്ലാസ്സുകൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ 2 year. 2 year നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നവർക്ക് സപ്പോർട്ട് നൽകും എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ കരിക്കുലം കോർ മൊഡ്യൂൾസ് ആയിട്ടുണ്ട്. ഇതൊക്കെ കോറായിട്ട് പഠിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പവർ BI കാര്യങ്ങൾ, പൈതൺ, ഇതൊക്കെ കോർ മൊഡ്യൂൾസ് ആണ്. ഇലക്റ്റീവ്സ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പവർ BI അഡ്വാൻസ്ഡ്, അഷ്യൂർ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. അതിലൂടെ നിങ്ങൾ പഠിക്കുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ പരിശോധിക്കാം. ഈ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില പ്രോജക്റ്റുകൾ നിങ്ങൾ കാണാം. ബാങ്ക് മാർക്കറ്റിംഗ് അനാലിസിസ്, അക്കാഡമിക് പെർഫോമൻസ് അനാലിസിസ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, സെയിൽസ് ഗ്രോത്ത് ഡാഷ്ബോർഡ്, ഇതൊക്കെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റുകളൊക്കെയാണ്. ഇതൊക്കെ ഒരു കോഴ്സിൻ്റെ ഭാഗമാണ്. ഇവരുടെ ഈ ഒരു ഡാറ്റാ സയൻസ് പ്രോഗ്രാമും മറ്റ് ഡാറ്റാ സയൻസ് പ്രോഗ്രാമും തമ്മിലൊരു കമ്പാരിസൺ ഒക്കെ ഇവർ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇവരുടെ ഈ കോഴ്സ് ഫീ 99,000 എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 30,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ഓഫർ അത് ഇവർ നൽകിയിട്ടുണ്ട്. അതായത് 10,000 വരെ നിങ്ങൾക്ക് ഒരു ഏർലി ബേർഡ് ഓഫർ എന്ന നിലയിൽ സേവ് ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഫീസൊക്കെ നിങ്ങൾക്ക് EMI ആയിട്ട് 3, 6, 9, 12 months EMI ഒക്കെ ആയിട്ട് പേ ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവരുടെ ഈ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 10 ദിവസത്തിനകം നിങ്ങൾക്ക് കോഴ്സ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നില്ല, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. നിങ്ങൾ അടച്ച ഫീ മുഴുവൻ റീഫണ്ട് ചെയ്യും എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫാക്കൽറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ പ്രമുഖമായിട്ടുള്ള ഫാക്കൽറ്റികളൊക്കെയാണ് ഈ കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻലി ആസ്ക് ക്വസ്റ്റ്യൻസിൽ വന്നിട്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ ടോപ്പിൽ ഇവരൊരു ഫോം നൽകിയിട്ടുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 10,000 rupees അഡീഷണൽ ഇപ്പോൾ ഒരു ഓഫർ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകിയിരിക്കുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ സൈറ്റിൽ എത്തിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, ഡേറ്റ സയൻസ് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും കരുതേണ്ടതില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അവസരം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഈ ഡാറ്റാ സയൻസ് മേഖലയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകാനായിട്ട് ശ്രമിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.